വയനാട് DCC ട്രഷറർ NM വിജയൻ്റെയും മകൻ്റെയും ആത്മഹത്യയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. ബത്തേരി അർബൻ സഹകരണ ബാങ്ക് നിയമന ഇടപാടിൽ നേതാക്കൾക്ക് വേണ്ടി ഇടനിലക്കാരനായി നിന്നതിൻ്റെ രേഖകളാണ് കൈരളി ന്യൂസ് പുറത്തുവിട്ടത്. നിയമനം നടക്കാതായതോടെ വൻതുകയുടെ ബാധ്യത NM വിജയനുണ്ടായിരുന്നതായി KPCC പ്രസിഡന്റിന് ഇദ്ദേഹം നൽകിയ കത്തിലെ പരാതിയിലുണ്ട്. 2021 NM വിജയൻ KPCC പ്രസിഡന്റ് K സുധാകരന് നൽകിയ കത്താണിത്. അർബൻ ബാങ്ക് നിയമനത്തിൽ താൻ മുഖേന പണം വാങ്ങി നൽകിയെങ്കിലും ജോലി നൽകാത്ത സാഹചര്യത്തിൽ പണം തിരികെ നൽകാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ടാണ് കത്ത്. എന്നാൽ ഇതിൽ നടപടി ഉണ്ടായില്ല. നേതാക്കൾക്കു വേണ്ടി ഇടനിലക്കാരനായി നിന്ന് പണം വാങ്ങിയതും ജോലി ലഭിച്ചില്ലെങ്കിൽ തിരികെ നൽകുന്നതുമായി ബന്ധപ്പെട്ടുമുള്ള കരാർ ഉടമ്പടിയും പുറത്തുവന്നു. ഒരു ഉദ്യോഗാർത്ഥിയുടെ പിതാവ് NM വിജയനുമായി നേതാക്കളുടെ പേരിൽ നടത്തിയ ഇടപാട് രേഖയാണിത്. ആത്മഹത്യയ്ക്ക് പിന്നിൽ നിയമന അഴിമതിയുണ്ടെന്ന വ്യക്തമാവുന്ന രേഖകളാണ് പുറത്തുവന്നത്. ഉദ്യോഗാർത്ഥികൾ പണം തിരികെ ആവശ്യപ്പെട്ട് NM വിജയനുമേൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. അടുത്തിടെ ചില തർക്കങ്ങളും നടന്നിരുന്നു. ഇത് നേതാക്കളെ അറിയിച്ചെങ്കിലും ആരും ഇടപെട്ടില്ല. ഇതോടെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു ഇദ്ദേഹമെന്ന് സഹപ്രവർത്തകർ പറയുന്നു. 10 നിയമനങ്ങളിൽ 40 മുതൽ 60 ലക്ഷം വരെ നൽകിയ ഉദ്യോഗാർത്ഥികൾ 2016 മുതൽ പണം തിരികെ ആവശ്യപ്പെട്ട് രംഗത്തുണ്ട്. 2.5 കോടി രൂപ ഈ വിധത്തിൽ അഴിമതി നടന്നുവെന്ന ആരോപണം നേരത്തെ തന്നെ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. അത് വീണ്ടും ഉയരുന്നതിനിടെയാണ് NM വിജയന്റെയും മകന്റെയും ആത്മഹത്യാ ശ്രമം. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിക്കപ്പെട്ട ഇരുവരും ഇന്നലെ വൈകിട്ടാണ് മരിച്ചത്. മകൻ ജിജേഷിന് നേരത്തെ തന്നെ ശാരീരിക അവശതകൾ ഉണ്ടായിരുന്നു. പരാശ്രയമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. താൻ മരണപ്പെട്ടാൽ മകൻ ഒറ്റയ്ക്കാവുമെന്ന ആശങ്കയിലായിരിക്കാം മകനും വിഷം നൽകാൻ കാരണമെന്നാണ് കരുതുന്നത്. സംഭവത്തിൽ പോലീസ് അന്വേഷണവും നടക്കുന്നുണ്ട്. കൈരളി ന്യൂസ്, വയനാട്.